കൃഷ്ണായനം 24 ശകടാസുര വധം. പ്രഭാതത്തിൽ തന്നെ വിവരം ദേവകി അറിഞ്ഞു. പൂതനയെ ദേവകിക്ക് നല്ലതുപോലെ അറിയാമല്ലോ. കണ്ണൻ്റെ സാമർഥ്യത്തിൽ അഭിമാനം കൊണ്ടെങ്കിലും ഭയം കൂടി വന്നു. അപ്പോൾ ഗർഗാചാര്യനും അവിടെ എത്തി. ആചാര്യനെ കണ്ട ഉടനെ ദേവകി നമസ്കരിച്ചു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ കൊല്ലുവാൻ പൂതന എത്തിയിരുന്നു. ദൈവഭാഗ്യം കൊണ്ട് കുഞ്ഞ് രക്ഷപ്പെട്ടു. കംസൻ പിന്നെയും ഉപദ്രവം തുടങ്ങിയെന്നാണ് തോന്നുന്നത്. അപ്പോഴേക്കും വസുദേവരും എത്തി. ആചാര്യൻ പുഞ്ചിരിച്ചു മന്ദം പറഞ്ഞു, ദേവകി, വന്നു ചേരേണ്ടവ വരിക തന്നെ ചെയ്യും. പൂതനയുടെ മരണം അങ്ങനെ സംഭവിക്കേണ്ടതാണ്. ഇത് കേട്ട് വസുദേവർ പറഞ്ഞു, ആചാര്യ, എന്താണിതിന് കാരണം? വിശദമായി പറഞ്ഞു തന്നാലും. പൂതന ഇങ്ങനെ തന്നെയാണ് മരിക്കേണ്ടത്. ഇവൾ കഴിഞ്ഞ ജന്മത്തിൽ ബലിയുടെ പുത്രിയായ രത്നമാലയായിരുന്നു. മഹാബലിയുടെ യജ്ഞസമയത്ത് അവതരിച്ച വാമനനെ കണ്ടപ്പോൾ രത്നമാലയ്ക്ക് ഒരാഗ്രഹം മുളച്ചു. വാമനൻ തൻ്റെ പുത്രനായിരുന്നു എങ്കിൽ മതിവരോളം അദ്ദേഹത്തെ സ്തന്യപാനം ചെയ്യിക്കാമായിരുന്നു. ഈ ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ച് അവൾ ജീവിച്ചു. രത്നമാല അടുത്ത ജന്മത്തിൽ കാലഭീരു മഹർഷിയുടെ മകളായി ചാരുമതി എന്ന പേരിൽ ജനിച്ചു. ഇവളെ അദ്ദേഹം ശാസ്ത്രവിധി അനുസരിച്ച് കക്ഷീവാൻ എന്ന മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഒരിക്കൽ കക്ഷീവാൻ തീർത്ഥയാത്ര പോയി. ആ സമയം ചാരുമതി ഒരു ശൂദ്രനുമായി പ്രണയത്തിലായി. അബദ്ധചാരിണിയും പങ്കിലയുമായി. മഹർഷി വിവരം അറിഞ്ഞു. ചാരുമതിയെ ശപിച്ചു, നീ രാക്ഷസിയായി തീരട്ടെ. ശാപം ഗ്രഹിച്ച ചാരുമതി ശാപമോക്ഷത്തിനിരന്നു. ദയാപരനായ മഹർഷി പറഞ്ഞു, ചാരുമതി, നീ കഴിഞ്ഞ ജന്മത്തിൽ രത്നമാലയായിരുന്നു. വാമനരൂപം കണ്ടപ്പോൾ ഭഗവാൻ മകനായി ജനിച്ചെങ്കിൽ നന്നായിരുന്നു എന്ന് നീ ആഗ്രഹിച്ചു. ആ ആഗ്രഹം പൂർത്തീകരിക്കാം. ഭഗവാൻ കൃഷ്ണനായി അവതരിക്കുന്നു. പൂതനയായി നീ മാതൃഭാവത്തിൽ അദ്ദേഹത്തിന് മുലപ്പാൽ നൽകും. ഭഗവാൻ നിനക്ക് മോക്ഷവും തരും. ആ രത്നമാലയാണ് ചാരുമതിയായും പൂതനയായും ജനിച്ചത്. ഭഗവാൻ അവൾക്ക് മോക്ഷവും നൽകി. ഇതിൽ വേദനിക്കേണ്ട കാര്യമില്ല. ഗർഗാചാര്യൻ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. ദേവകിയെയും വസുദേവരെയും ആശ്വസിപ്പിച്ചതിന് ശേഷം ആചാര്യൻ നടന്നു. കംസൻ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ആ വാർത്ത എത്തിയത്. പൂതന മരിച്ചു. അമ്പാടിയിൽ നന്ദഗോപൻ്റെ ഭവനത്തിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. അവർ തന്നെ അവളുടെ ദേഹം പലതാക്കി നുറുക്കി അടക്കുകയും ചെയ്തു. വാർത്ത ആദ്യം കംസൻ വിശ്വസിച്ചില്ല. പക്ഷെ പിന്നെയും ദൂതന്മാർ വന്നു. വാർത്ത ഉറപ്പായി. യഥാർത്ഥത്തിൽ കംസൻ അത്ഭുതപ്പെട്ടു. സമർത്ഥയും വിശ്വസ്തയുമായിരുന്നു പൂതന. അവൾ തന്നെ സ്നേഹിച്ചിരുന്നു. ആ സ്നേഹത്തിന് വേണ്ട വിധം പകരം നൽകുവാൻ കഴിഞ്ഞില്ല. നിർബന്ധിച്ചാണ് അവളെ അമ്പാടിയിലേക്ക് വിട്ടത്. പക്ഷേ ഏതായാലും അവളെ വധിക്കുവാൻ മനുഷ്യകരങ്ങൾക്ക് അസാധ്യമാണ്. അങ്ങനെയെങ്കിൽ അശരീരിയിൽ പറഞ്ഞ ബാലനായിരിക്കും അമ്പാടിയിൽ ജനിച്ചിരിക്കുന്നത്. തന്നെ കബളിപ്പിക്കുവാൻ ദേവകൾ കണ്ടെത്തിയതാണ് ഈ മാറ്റം. ആ ശിശുവിനെ വധിക്കുകയാണ് ആദ്യം വേണ്ടത്. നന്ദഗോപൻ്റെ മകൻ എൻ്റെ അന്തകനോ? അവരെ മുഴുവൻ വേണമെങ്കിൽ നശിപ്പിക്കാം. പക്ഷെ മധുരയിൽ കരം കൃത്യമായി നൽകുന്ന വ്യക്തിയാണ് നന്ദഗോപൻ. പിണങ്ങിയാൽ ഐശ്വര്യം നശിക്കും. അതുകൊണ്ട് രഹസ്യമായി ആ ശിശുവിനെ ഒഴിവാക്കിയാൽ മതി. കംസൻ സുഹൃത്തുക്കളെ വരുത്തി പൂതനയുടെ മരണം അവരെ ധരിപ്പിച്ചു. അതിന് പ്രതികാരം ചെയ്യണം. ആ ശിശു സാധാരണക്കാരനാണെന്ന് തോന്നുന്നില്ല. അവനെ ഏറെ നാൾ വളരുവാൻ അനുവദിക്കരുത്. ആരാണ് ആ കർമ്മം ഏറ്റെടുക്കുന്നത്? ഉടൻ തന്നെ ശകടൻ പറഞ്ഞു, പ്രഭു, കേവലമൊരു ശിശുവിൻ്റെ കാര്യത്തിൽ അങ്ങ് അസ്വസ്ഥനാകരുത്. അവനെ ഞാൻ നശിപ്പിച്ചു കൊള്ളാം. അക്കഥ വിട്ടേക്കുക. നന്ദഗോപൻ്റെ മകൻ മരണം പൂകിയെന്ന് കരുതിയേക്കുക. കംസന് ആനന്ദമായി. അടുത്ത ദിവസം പ്രഭാതം. ഒട്ടേറെ ജനങ്ങൾ അമ്പാടിയിലേക്ക് പോകുന്നു. എന്താണ് കാരണം? ശകടൻ അന്വേഷിച്ചു. അവരിലൊരാൾ പറഞ്ഞു, അമ്പാടിയിൽ നന്ദപുത്രൻ്റെ ജന്മനക്ഷത്രമാണെന്ന്. അംഗപരിവർത്തനം എന്ന ചടങ്ങ് നടക്കുകയാണ് അവിടെ. അതിന് ആഘോഷവും സദ്യയുമുണ്ട്. അവിടെ കൂടാൻ ക്ഷണമുണ്ട്. ഞങ്ങൾ അതിന് പോവുകയാണ്. വൃശ്ചികത്തിലെ രോഹിണി വിശിഷ്ടമാണ്. കൃഷ്ണൻ്റെ പക്കനാൾ. അന്ന് വിശേഷ പൂജയും സദ്യയും നടത്താമെന്ന് നന്ദൻ നേർന്നതാണ്. അതനുസരിച്ചാണ് ആഘോഷങ്ങൾ നടക്കുന്നത്.
വളരെ നേരത്തെ ഇലവച്ചു. സർവ്വ വിഭവങ്ങളോടെ സദ്യ നടന്നു. മൃഷ്ടാനവും കഴിഞ്ഞ ഗോപാലന്മാർ യമുനയുടെ തീരത്ത് വിശ്രമിച്ചു. യമുനയുടെ കരയിലുള്ള മനോഹരമായ സ്ഥാണു ക്ഷേത്രത്തിലാണ് പൂജയും ഹോമവും ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. സായാഹ്നമായി. നന്ദഗോപനും യശോദയും അമ്പലത്തിൽ പോയി. യശോദയോടൊപ്പം ധാരാളം സ്ത്രീകളും വന്നു. ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്ത് ധാരാളം കുട്ടികളിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. നന്ദഗോപനും യശോദയും മറ്റുള്ളവരും വന്ന വണ്ടികളും അവിടെയാണ് നിർത്തിയിരുന്നത്. പടർന്നു പന്തലിച്ച അരയാൽ അവിടെ തണലും നൽകിയിരുന്നു. യശോദ കുട്ടികളുടെ അടുത്ത് തന്നെ തുണി വിരിച്ച് കണ്ണനെ കിടത്തി. അവൻ ഉറങ്ങി കഴിഞ്ഞിരുന്നു. കമലവിലോചനായ കായാമ്പൂവർണ്ണൻ ലൗകികമായി ഉറങ്ങിക്കിടന്നു. ഗോപാലന്മാർ കണ്ണനെ കാത്തിരുന്നു. ക്ഷേത്രത്തിൽ പൂജ നടക്കുന്നു. യശോദ തൊഴുകൈയുമായി നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ കണ്ണൻ ഉണർന്നു. പ്രപഞ്ചത്തിലെ നീലിമ നോക്കി കൃഷ്ണൻ കിടന്നു. രാവിലെ തന്നെ അമ്പാടിയിലെത്തിയ ശകടൻ കണ്ണനെ വധിക്കുന്നതിനുള്ള ഉപായങ്ങൾ ആരായുകയായിരുന്നു. ഇതാണ് അവസരമെന്ന് അവന് തോന്നി. പെട്ടെന്ന് അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു കാളവണ്ടിയിലേക്ക് അവൻ ആവേശിച്ചു. അതോടെ അസുരൻ കാളവണ്ടിയായി. അത് വേഗത്തിൽ ഓടി കുഞ്ഞിൻ്റെ നേർക്കണഞ്ഞു. മറ്റു കുട്ടികൾ ഭയന്ന് മാറി. വണ്ടിച്ചക്രം ശിശുവിൻ്റെ ഗളഭാഗത്തിന് കുറുകെ ഉരുണ്ടുവന്നു. ശകടം അടുത്തെത്തിയപ്പോൾ മായാകോവിതനായ കൃഷ്ണൻ കുഞ്ഞി കാലുയർത്തി അതിനെ ചവിട്ടി നിർത്തി. അസുരൻ പഠിച്ച പണിയെല്ലാം നോക്കിയിട്ടും വണ്ടിച്ചക്രം അനക്കുവാൻ കഴിഞ്ഞില്ല. ദേഷ്യം വന്ന ഭഗവാൻ വലത്തെ കാലുകൊണ്ട് വണ്ടിയിൽ ഒരു തട്ട് വെച്ചു കൊടുത്തു. ഉഗ്രമായ ശബ്ദത്തോടെ വണ്ടി പൊട്ടിച്ചിതറി. ചക്രങ്ങൾ രണ്ടുപാടും ഉരുണ്ട് ചിഹ്നമായി. വണ്ടിയുടെ മറ്റ് ഭാഗങ്ങളും ഭൂകമ്പത്തിൽ മേൽമണ്ണ് അടർന്നു തെറിക്കും പോലെ ചിതറിപ്പോയി. ഭീകരമായ ശബ്ദവും കുട്ടികളുടെ കരച്ചിലും കേട്ട് യശോദ ഓടി വന്നു. അപ്പോഴും കണ്ണൻ കരവും കാലുമിളക്കി കളിച്ചുകൊണ്ടിരുന്നു. പുഞ്ചിരി തഞ്ചിയ ചെഞ്ചുണ്ടിൽ അഞ്ചാതെ മുത്തം നൽകിക്കൊണ്ട് യശോദ മകനെ മാറിൽ ചേർത്തു. നന്ദഗോപനും മറ്റുള്ളവരും എത്തി. അപ്പോഴും വിറച്ചു നിൽക്കുന്ന കുട്ടികളോട് ചോദിച്ചു, എങ്ങനെയാണ് വണ്ടി മറിഞ്ഞത്? കുട്ടികൾ പറഞ്ഞു, ആ വണ്ടി ആരുമില്ലാതെ വേഗത്തിൽ ഉരുണ്ടു വരുന്നതായാണ് ഞങ്ങൾക്ക് തോന്നിയത്. കണ്ണനുണ്ണി കാലിളക്കി കളിച്ച് കിടക്കുകയായിരുന്നു. അവൻ്റെ കാല് തട്ടിയാണ് വണ്ടി ചിതറിപ്പോയത്. കുട്ടികളുടെ വാക്കുകൾ കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. കണ്ണൻ്റെ കാല് തട്ടിയാൽ ചിതറിപ്പോകുന്നതാണോ കാളവണ്ടി? അതുമല്ല, ഉണ്ണിയുടെ കാലിന് അപകടം പറ്റാതിരിക്കുമോ? കണ്ണന് എന്തെങ്കിലും? നന്ദൻ സംശയത്തിൽ നിർത്തി. അവന് ഒന്നുമില്ല, യശോദ പൂരിപ്പിച്ചു. ആ വണ്ടി അപകടം വരുത്തുവാൻ വന്നതാണ്. ദൈവമഹത്വം കൊണ്ട് അത് ഒഴിഞ്ഞുപോയി. ഇനിയെങ്കിലും സൂക്ഷിക്കുന്നത് നന്ന്. എല്ലാവരും ആ അഭിപ്രായത്തെ ശരിവെച്ചു. നന്ദൻ പറഞ്ഞു, ആ ശകടത്തെ തീയിലിട്ട് ചുടണം. ഒരു പൊടി പോലും വച്ചേക്കരുത്. ഗോപന്മാർ തീക്കുണ്ടമുണ്ടാക്കി വണ്ടിയുടെ ഭാഗങ്ങൾ തീയിലിട്ടു. രാക്ഷസന്മാരുടെ ശരീരം വേവുന്ന ഗന്ധം ഗോകുലത്തിൽ പരന്നു. നന്ദഗോപനും യശോദയും കുട്ടിയോടൊപ്പം ജന്മനക്ഷത്ര പൂജകൾ കഴിഞ്ഞ് ഭവനത്തിലെത്തി. ഉണ്ണികൃഷ്ണൻ സുഖമായി ഉറങ്ങുന്നു. നന്ദൻ കണ്ണനെ നോക്കി നിന്നു. ഗർഗൻ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം ഓർത്തു. എല്ലാം ദൈവമഹത്വമാണ്, അത്രമാത്രം വിശ്വസിക്കുക. നല്ലതിനു വേണ്ടിയാണ് എല്ലാം വരുന്നതെന്നും ഓർക്കുക. ആ വാക്കുകളുടെ ആഴം അദ്ദേഹത്തിന് മനസ്സിലായി.